സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടികളുടെ ശാഖരയാണ് ഞാൻ കാണാൻ പോണത്. അതെ, V3 ഈ V3 എന്താ പ്രത്യേകത? V3 നമുക്ക് 5000 ഡൗൺ പേയ്മെന്റ് മാത്രം. 5000 ഡൗൺ പേയ്മെന്റ് കേരളത്തിൽ എവിടെയെങ്കിലും 5000 രൂപ ഡൗൺ പേയ്മെന്റ് V3 കൊടുക്കാൻ പറ്റുമോ? 65 ലാസ്റ്റ് അടിക്കാൻ പറ്റുമോ? ഒരു 40 രൂപ. സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ്, ഒറ്റ പൈസ കൊടുക്കണ്ട. ഇത് 2022 മോഡല് 15000 കിലോമീറ്റർ. റേറ്റ് കുറവാണ്. 35-40 കൊടുക്കണ എല്ലാ ഡീലറും. നമുക്ക് റേറ്റ് കുറച്ചാണ്. സ്പെഷ്യൽ ഓഫറാണ് നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യൽ ഓഫറാണ്. അതെ, എക്സ്പൾസ് 20-30 രൂപ റേഞ്ചിൽ നമുക്ക് ഇറക്കാം. 20,000 രൂപ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. സീറോ. അതെ, ഒരുപാട് സീറോ ആയിരുന്നു. 82 രൂപ റേറ്റ് വരുന്നത്. നമുക്കൊരു സ്പെഷ്യൽ ഓഫർ 6000 ഡൗൺ പേയ്മെന്റ് മാക്സിമം പ്രശ്നം കുറവാണല്ലോ പൊതുവെ നോക്കുമ്പോൾ. ഏകദേശം 0 മുതൽ 10,000 വരെ ഇഷ്ടം പോലെ വണ്ടി ഇരിക്കുന്നുണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ തമ്മനത്തുള്ള റോയൽ റൈഡേഴ്സ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ്. ഷിജിത്തെ, എന്തൊക്കെയുണ്ട്? നല്ലതന്നെ. അപ്പൊ നമ്മള് റീസെന്റ് ഒരു 1.5 മാസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 90% വണ്ടികൾ മാറിയിട്ടുണ്ട്. അപ്പൊ പുതിയ സ്റ്റോക്ക് എന്നുള്ള അപ്ഡേഷൻ ഇന്നലെ എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഓടിപ്പടിച്ച് വന്നതാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് എന്താ പറയാനുള്ളത് വീഡിയോയിൽ? നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റും അതുപോലെ തന്നെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്, ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് 2000-3000 സീറോ ഡൗൺ പേയ്മെന്റ് ഇട്ട് നമുക്ക് വണ്ടികളുണ്ട്. പിന്നെ അല്ലാണ്ട് ഒരു 5000 V3 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 5000 രൂപ ഇറക്കാൻ പറ്റിയ രീതിയിലൊക്കെ വരുന്നുണ്ട്. ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവൻ പറഞ്ഞ പോലെ സീറോ ഡൗൺ പേയ്മെന്റ് മുതൽ ഏകദേശം 10,000 രൂപ താഴെ അത്യാവശ്യം ക്വാളിറ്റി വണ്ടികൾ ഉണ്ടാവും. എല്ലാ വണ്ടിയും ക്വാളിറ്റിയാണ്. പിന്നെ ഓൾമോസ്റ്റ് ഇവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടികളും ഓൾമോസ്റ്റ് ഒരു 20,000 താഴെ നമുക്ക് ഇറക്കാൻ പറ്റൂലേ പറയുകയാണെങ്കിൽ. പിന്നെ കുറച്ച് വണ്ടികൾ സീറോ ഉണ്ട്, 1000 ഉണ്ട്, 2000 ഉണ്ട്, 3000 ഉണ്ട്, 4000 ഉണ്ട്, 5000 അങ്ങനെ കുറേ വണ്ടികളുണ്ട്. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെട്ടാലോ. ആദ്യം ഏത് വേണം? എക്സ്പൾസ് 2022 മോഡലല്ലേ? എത്ര കിലോമീറ്റർ ഓടി? ഇത് ഓടിയാണ് 30,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. നമ്മുടെ റേറ്റ് എത്ര? 120. 1,20,000 എന്ന് പറയുമ്പോൾ ഡൗൺ പേയ്മെന്റ് ഒരു 25 താഴെ 25 രൂപ താഴെ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. അതുപോലെ റാലി സീറ്റും എക്സ്ട്രാ ഏകദേശം ഒരു 5000-6000 രൂപ ആക്സസറീസ് കേട്ടിട്ടുണ്ട്. പിന്നെ സീറ്റൊക്കെ ടൂറിംഗ് മറ്റേ നമ്മുടെ റാലി സീറ്റ് കേട്ടിട്ടുണ്ട്. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടോ? പിന്നെ നമ്മുടെ ഹാൻഡ് ഗാർഡ് മൊത്തത്തിൽ ഒരു സ്പോർട്ടി ലുക്ക് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു നമ്മുടെ പറയുന്നത് നമ്മുടെ മറ്റേ വണ്ടിയുടെ വരുന്നത് അഡ്വഞ്ചർ സീരീസിന്റെ ആ ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ കിടില വണ്ടിയാണ്, വണ്ടിയുടെ ക്വാളിറ്റി എല്ലാം ഓക്കെയാണ്. നമുക്ക് അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ അപ്പാച്ചി RTR 160 4V 2000. ഇത് 2022 സെയിം. 2022 സെയിം. വിലയൊക്കെ കുറച്ച് കുറവുണ്ടോ? നീ ടാഗിലെ റേറ്റ് ഒന്നും പറഞ്ഞ് നമുക്ക് സീനാക്കരുത്. ഇതിപ്പോ 95 നമുക്കൊരു 90 ഒക്കെ ലാസ്റ്റ് ചെയ്യാം. 90,000 കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 31,000 കിലോമീറ്റർ ആണ്. കിടിലൻ കളറാണ്, കിടിലൻ ക്വാളിറ്റി വണ്ടിയാണ്. സീറ്റ് ഒന്നും കുഴപ്പമില്ലല്ലോ. ചെറിയൊരു പ്രശ്നമുണ്ട്, അത് കുഴപ്പമില്ല, ഉണ്ടാവല്ലോ. പിന്നെ ഒരു 5000 തൊട്ട് 10 രൂപ വരെ ഡൗൺ പേയ്മെന്റ് വരും. ഏകദേശം 10,000 ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. മൈലേജ് ആയാലും ഏകദേശം ഒരു 60 മൈലേജ് കിട്ടും. 60 മൈലേജ് കിട്ടും. 4V അല്ലേ, 160 ആണ്. 160 ആണ്. പിന്നെ വണ്ടിയുടെ ടയറും കാര്യങ്ങളെല്ലാം ഗുഡാണ്, ഓക്കെയാണ്, അവിടെ എടുത്ത് പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ മാത്രമല്ല പുറത്തും വണ്ടി ഇരിക്കല്ലേ? അതെ, പുറത്ത് ഏതൊക്കെ വണ്ടി ഇരിക്കുന്നുണ്ട്? മൈലേജ് വണ്ടിയും അതേപോലെ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടികളും എല്ലാം അവിടെ. ഒരു ഹാർലി ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് NS ലൂക്കൊക്കെ അവിടെ ഇരിക്കുന്നത്. സീറോ ഡൗൺ പേയ്മെന്റ് എല്ലാ വണ്ടികളും അവിടെ. ഓക്കെ, സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടിയൊക്കെ വരുന്നതാണ്. അപ്പൊ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇന്റർസെപ്റ്റർ തുടങ്ങിയാലോ? കോൾ വരുന്നുണ്ടോ? കിടിലൻ വണ്ടിയാ, കിടിലൻ കളറാണ്. അത് അത്യാവശ്യം ഡിമാൻഡുള്ള കളറാണ്. വൈറ്റ് പ്ലസ് റെഡ് പ്ലസ് ഈ കളറും അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് 2020 മോഡൽ. 2020 18,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി എത്ര കൊടുക്കാൻ പറ്റും? വേറെ എല്ലാം ഓക്കെ ഉണ്ടോ? ഇതിപ്പോ 260 നമ്മൾ ടെണറി പ്രൈസ്. ടെക്ന റേറ്റ് പറയണ്ട, നമുക്കൊരു 255 ലാസ്റ്റ് ചെയ്യാം. 2,55,000. ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഡൗൺ പേയ്മെന്റ് ഒരു 60 രൂപ ഡൗൺ പേയ്മെന്റ് മതി. 60 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്തത് V4 M അല്ലേ? M എഡിഷൻ 2020. ഇതിപ്പോ 2022 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് 11,000 കിലോമീറ്റർ. 11,000 കിലോമീറ്റർ. റേറ്റ് എത്ര? നമുക്കിത് 1,60,000 ചെയ്യാം. 1,60,000 രൂപ. 1,60,000 എന്ന് പറയുമ്പോൾ ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 20 രൂപ മതിയാവും. 20-25 രൂപ മതിയാവും. ഓക്കെ, നമുക്ക് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്ബുക്ക്, ഒരു ഫോട്ടോ ഇത്രയും ഡോക്യുമെന്റ്സ് മതി. അപ്പൊ എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫിനാൻസിന്റെ അതേപോലെ നമുക്ക് ഒരു മണിക്കൂർ 2 മണിക്കൂറിലൊക്കെ സ്പോട്ട് ഫിനാൻസ് ചെയ്യാം. എറണാകുളമാണെങ്കിൽ അത്രയും വേണ്ടോ? പെട്ടെന്ന് ചെയ്യാലോ. 1.10 ലോൺ എന്തായാലും നമുക്ക് സ്പോട്ടിൽ കിട്ടും. റെഡി ക്യാഷ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ആധാർ കാർഡ് ഉണ്ടോ? വണ്ടി എടുക്കാൻ കാശ് കൊടുക്കാൻ പോവാ. അപ്പൊ ജിക്സർ SF ഏതാ മോഡല്? ജിക്സർ 2022 മോഡല്. 22 മോഡൽ മാറി. 34,000 കിലോമീറ്റർ ഓടിയ ക്ലീൻ പീസ് വണ്ടി എന്ന് പറയാം അല്ലേ? കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇത് എത്രയും കൊടുക്കാൻ പറ്റും? മാക്സിമം ഓഫറിലൊന്നും കൊടുക്കണമെങ്കിൽ ഇത് നമുക്കൊരു 90 ഒക്കെ ചെയ്യാം. 90 കൊടുക്കാൻ പറ്റും. 90 നല്ലൊരു ഡീലാണ്. അതെ, 90 എന്ന് പറയുമ്പോൾ ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. 10-15 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്തൊരു R15. ഇതാണ് നമ്മൾ പറഞ്ഞ V3.
ഈ V3 എന്താ പ്രത്യേകത? V3 നമുക്കൊരു 5000 ഡൗൺ പേയ്മെന്റ് മാത്രം 5000 ഡൗൺ പേയ്മെന്റ്. കേരളത്തിൽ എവിടെയെങ്കിലും 5000 ഡൗൺ പേയ്മെന്റ് V3 കൊടുക്കാൻ പറ്റുമോ? അത് നമുക്കറിയില്ല, നമുക്ക് പല വീട്ടിലും ഇല്ല. അത് ഞാൻ ചോദിച്ചു വേറെ ഒന്നുമല്ല, 5000 ഡൗൺ പേയ്മെന്റ് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എന്നൊരു വിശ്വാസം. നോർമലി ഒരു V3 10-15 ഡൗൺ പേയ്മെന്റ് എല്ലാവരും പറയുന്നുണ്ട്. പുതിയ വണ്ടി ആയാലും നമുക്ക് റേഞ്ച് വേണ്ടി വരും. ഓക്കെ, പുതിയ വണ്ടിക്കും കൊടുക്കണം. അത് വേണ്ടി 10-15 രൂപ എന്തായാലും വേണ്ടി വരും. ഇതിപ്പോ 5000 ഡൗൺ പേയ്മെന്റ് ഉള്ളൂ. റീസെന്റ് നമ്മൾ 6 months ചെയ്ത വീഡിയോ വെച്ച് നോക്കുമ്പോൾ 5000 രൂപ ആദ്യമായിട്ടാണ് ഞാനൊരു V3 കാണുന്നത്. ആ ഒരു 5000 രൂപയാണെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ക്ലീൻ വണ്ടി, മാക്സിമം ഡിസ്കൗണ്ട് വണ്ടി അടിച്ചുകൊണ്ടാണ് ഡൗൺ പേയ്മെന്റ് കുറച്ചും കിട്ടുന്നത്. മോഡൽ 2020 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും? റേറ്റ് പറ. ഇതിപ്പോ നമ്മൾ ഇട്ടണത് 1.15 ആണ്. നമുക്കൊരു 1.10 ചെയ്യാം. 1,10,000 രൂപക്ക് V3 ഇരിക്കുന്നുണ്ട്. വെറും 5000 രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റിയ V3. അടുത്തത് ഇത് വെറും N150 അല്ലേ? നമുക്കൊരു 7000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാ. വെറും 7000 കിലോമീറ്റർ ഓടിയ N150. അതെ, കിടിലൻ വണ്ടി. 2024 മോഡൽ 7000 കിലോമീറ്റർ. അപ്പൊ പുതിയ വണ്ടിക്ക് പകരം ഈ വണ്ടി എടുത്തിട്ട് പോയാൽ മതി. അത് മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ 7 രജിസ്ട്രേഷൻ വരുന്നത്. L7 എറണാകുളം രജിസ്ട്രേഷൻ ആണ്. 8293 ഫസ്റ്റ് സർവീസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ വണ്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങൾ എടുത്ത് പറയേണ്ട. നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റും? നമുക്കൊരു 1.10 കൊടുക്കാം. 1.10 കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഡൗൺ പേയ്മെന്റ് ഒരു 10 രൂപ മതി. 10 രൂപ മതി ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത് വീണ്ടും ഒരു N160 150 × 160 ഉണ്ട്. അതെ, അടുത്ത് പറ. ഇത് സീരീസ് ആണല്ലോ മൊത്തം. സീരീസ് 4 പീസ് ഇരിക്കണ്ടല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇതിപ്പോ 2022 മോഡല് 10,000 കിലോമീറ്റർ 1.5 റേറ്റ് സിംഗിൾ ഓണർഷിപ്പ്. 1.5 എന്ന് പറയുമ്പോൾ 10 രൂപ ഡൗൺ പേയ്മെന്റ്. 10 രൂപ. ഇതെല്ലാം 10 രൂപ, ഏകദേശം 10 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. വണ്ടി എല്ലാം N സീരീസ് എല്ലാം 10 രൂപ എടുക്കാൻ പറ്റും. അപ്പൊ അടുത്ത ബ്ലൂ കളർ അതും ഇത് 22 ഇത് 23 ആണ്. ഇപ്പൊ എടുത്തത് 23 മോഡല്. ആ വെറും 6000 കിലോമീറ്റർ 1.10 ആണ് ആസ്കിങ് വരുന്നത്. ഈ പറഞ്ഞ റേറ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണോട്ടാ. നമുക്ക് സംസാരിക്കാം. ഓൺ ദ ടേബിൾ ഇരിക്കുമ്പോ അതിന് വേണ്ടി ടേബിൾ ഒക്കെ ഉണ്ടല്ലോ, സെറ്റ് ആയി കൊടുക്കുന്നതായിരിക്കും. അടുത്ത റെഡ് ആണെങ്കിൽ N250 അത് 2021-22 രജിസ്ട്രേഷൻ മാത്രമാണ്. 28,000 കിലോമീറ്റർ. റേറ്റ് വരുന്നത് 1.10 തന്നെ. 1,10,000 രൂപ. അതെ, അതും 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. N സീരീസ് വണ്ടിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതൊന്നും നമുക്കൊരു 5000 ഡൗൺ പേയ്മെന്റ്. പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഞാൻ ഈ വണ്ടിയെ കുറിച്ച് ചോദിച്ചോളൂ. N250 കുറച്ചും അത്യാവശ്യം പവർ വരുന്നുണ്ടല്ലോ. മൈലേജ് NS വെച്ച് നോക്കുമ്പോൾ എന്താ പറയാനുള്ളത് വണ്ടിയെ കുറിച്ച്? വെച്ചാല് നമുക്ക് മറ്റേ മൊത്തം ഫൈബർ തന്നെയാണ്. കുറച്ചും കൂടി പവർ NS 200 അല്ലേ 250 വരുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു റേറ്റും അത്യാവശ്യം കുറവുണ്ടല്ലോ. NS വെച്ച് കുറച്ച് കുറവുണ്ട്. റേറ്റ് കുറവാ, അത്യാവശ്യം കുറവുണ്ട്, പവറും ഉണ്ട്. അപ്പൊ ആ ഒരു സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഡിസൈനും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ആ ഒരു നല്ല കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്കിൽ മാത്രം കുറച്ച് വ്യത്യാസമുള്ളൂ. ഫ്രണ്ടിലൊന്നും വല്ല. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അടുത്ത ഡോമിനോർ 250 ഇരിക്കുന്നില്ല. ഒരു ഇത് 23 മോഡലാണ്. നമുക്ക് റേറ്റ് വരുന്നത് 1.65 13,000 കിലോമീറ്റർ. 13,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റേറ്റ് 1.65. ഒരു 1.60 ലാസ്റ്റ് അടിക്കാൻ പറ്റുമോ? നോക്കാം. 1.60 എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. നമുക്ക് 20 രൂപ ഇറക്കാം. അതല്ലെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റൂലേ? അല്ലെങ്കിൽ 40 രൂപ ഡൗൺ പേയ്മെന്റിലും കൊടുക്കാം. നമ്മുടെ പ്രൂഫ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഇൻസ്റ്റന്റ് ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്തത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഏതൊക്കെ വണ്ടി ഇരിക്കുന്നുണ്ട്? ഒരു RS 200 ഇരിക്കുന്നുണ്ട്, ഒരു MT ഇരിക്കുന്നുണ്ട്, ഒരു നമ്മുടെ RC ഇരിക്കുന്നുണ്ട്. ബാക്കി വണ്ടിയിലെല്ലാം പുറത്തിരിക്കുകയല്ലേ കിടിലം വണ്ടിക്ക. ഈ വണ്ടിയുടെ ഡീറ്റെയിൽ പറഞ്ഞാൽ ഏതാ മോഡല്? ഇത് RS 200 2023-24 രജിസ്ട്രേഷൻ വരുന്ന മോഡൽ. 23-24 രജിസ്ട്രേഷൻ. 10,000 കിലോമീറ്റർ കൊണ്ട് ഓടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. 1.52 റേറ്റ് വരുന്നത്. 1,52,000 ആണ് റേറ്റ് വരുന്നത്. 50,000 രൂപ ലാസ്റ്റ് ചെയ്യാം. എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഡൗൺ പേയ്മെന്റ് ഒരു 40 രൂപ അടച്ച ഒരു ദിവസം കൊണ്ട് ഇറക്കാം. നമുക്ക് 40 രൂപ, ഏകദേശം 40 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത MT അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. 22 മോഡൽ അല്ലേ ഇത്? 22 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 11,000 കിലോമീറ്റർ. റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറ. നമുക്കൊരു 1.55 ലാസ്റ്റ് ചെയ്യാം. 1.55 കൊടുക്കാം. പുതിയതിന് ഏകദേശം 10 റേറ്റ് 2 ഉണ്ടാവൂലേ? പുതിയ റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ വണ്ടി അത്യാവശ്യം പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്, ഒരുപാട് ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്, നല്ല കളറാണ്. ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഇതിനിപ്പോ ഒരു ഞങ്ങൾക്ക് 20,000 ഡൗൺ പേയ്മെന്റിലാണ് വണ്ടി. ഏകദേശം 20 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. അടുത്ത നമ്മുടെ RC 200 ക്ലെയിം പീസ് ആണല്ലോ. അത് 1.80 വരുന്ന മോഡൽ. 2023 രജിസ്ട്രേഷൻ വരുന്നത്. 2023 ഏകദേശം 5,000 കിലോമീറ്റർ വണ്ടി ഓടിയാണ്. 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ ഒരു പുതുസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട്. നമുക്ക് എത്രയാണ് ഇറക്കാൻ പറ്റും വണ്ടി? ഈ വണ്ടി നമുക്കൊരു 20-30 രൂപ ഇറക്കാം. മസ്റ്റ് ആണ് അവരില്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന 0 ഡൗൺ പേയ്മെന്റ് വണ്ടിയെല്ലാം നമ്മുടെ ബാക്ക് സെയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വണ്ടികളിലേക്ക് പോയാലോ?
അപ്പൊ ഗൈസ് നമ്മള് അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? അതെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ 0 ഡൗൺ പേയ്മെന്റ് വണ്ടികൾ ഒളിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ മൈലേജ് സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ CT 110X ഇരിക്കുന്നുണ്ടല്ലേ? അതെ, 2021 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ? എത്ര? 40,000 കിലോമീറ്ററോടെ വണ്ടിയാണ്. നമുക്ക് ഇത് എത്രയാണ് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 48 കൊടുക്കാം. 48,000 കൊടുക്കാം. ഇത് എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഇത് നമുക്ക് 0 കൊടുത്തേക്കാം. 0. അപ്പൊ 0 തുടങ്ങി. അതെ, പിന്നെ ഒരുപാട് 0 വരാനുണ്ട്. 0 ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ്. അത് ഒറ്റ പൈസ കൊടുക്കണ്ട. അതെ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ 0 കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ 1,000-2,000 വരും. അപ്പൊ അടുത്ത വണ്ടി വീണ്ടും CT 110X. ഇത് നമുക്ക് 2023 മോഡൽ, 22,200 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. KL40. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 58 രൂപ കൊടുക്കാം. 58. ഇതിന്റെ ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഇത് നമുക്ക് 0 തന്നെ ചെയ്യാം. യെസ് ഗൈസ്, വീണ്ടും 0. അപ്പൊ 0 ഡൗൺ പേയ്മെന്റ് വണ്ടികളെ ചാകരയാണ് ഇനി കാണാൻ പോണത്. അതെ, ഓക്കെ. അടുത്ത് ഇതും CT 100. ഇത് 2100 ആണോ? CT 100. ഇത് 2020 മോഡല്, 25,000 കിലോമീറ്റർ. ആസ്കിങ് 40,000. ഇതെങ്ങനെയാ ഡൗൺ പേയ്മെന്റ്? ഇത് നമുക്ക് 0 കൊടുക്കാം. യെസ്, വീണ്ടും 0. അടുത്തത് ഇത് നമ്മുടെ 0 ഡൗൺ പേയ്മെന്റ് വരുന്നതാണ്. ഇത് 2023 മോഡലാണ്. 22 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്ന മോഡലാണ്. ഇത് നമുക്ക് 0 ഒക്കെ ചെയ്യാം. ഇതും 0 കൊടുക്കാം. 0 കൊടുക്കണം കേട്ടോ. അതെ. അടുത്തൊരു CT 125X 15,000 കിലോമീറ്റർ ഓടിയ ക്ലീൻ പീസ് വണ്ടിയാണ്. നമുക്ക് എത്ര റേറ്റ് വരുന്ന? ഇത് നമുക്ക് റേറ്റ് വരുന്നത് 64 രൂപ. 15,940 കിലോമീറ്റർ അല്ലേ? അതെ. 64,000 രൂപ. ഇതിന് ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഒരു 5,000 രൂപ. 5,000 താഴെ എന്തായാലും മതി. 5,000 രൂപ താഴെ ഈ വണ്ടി ഇറക്കാൻ പറ്റും. അതെ. അടുത്തത് CT Platina 100. 22 മോഡല്. 22 മോഡല് 15,000 കിലോമീറ്റർ, 55 രൂപ റേറ്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന് നമുക്കൊരു 5,000 രൂപ താഴെ ഡൗൺ പേയ്മെന്റ് വരുന്നുള്ളൂ. അപ്പൊ ഈ 2 വണ്ടി വെച്ച് ബാക്കി എല്ലാ വണ്ടികളും നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത CT 110X. ഇതും നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് തന്നെ വരുന്നതാണ്. 2022 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്ന മോഡൽ. 30,000 കിലോമീറ്റർ. അതെ, വീണ്ടും 0. എങ്ങനെ കൊടുക്കുന്നു 0 ഡൗൺ പേയ്മെന്റ് വണ്ടികളൊക്കെ? സെറ്റാണ്. പിന്നെ സെറ്റാണ്. ഓക്കെ. അവരെ പ്രൂഫും എല്ലാം ഓക്കെയാണ്. നമുക്ക് 0 കൊടുക്കാൻ യാതൊരു കുഴപ്പമില്ല. തണ്ടർബേർഡ് 350 ഡേയ്സ് വരെയാണെങ്കിൽ ഏതാ മോഡല്? നമുക്കിത് 2015 മോഡല് 75,000 രൂപ. നമുക്കൊരു 25 രൂപ ഡൗൺ പേയ്മെന്റ് ഏകദേശം വേണ്ടി. കിലോമീറ്റർ 20,000 കിലോമീറ്റർ. 20,000 കിലോമീറ്റർ 25 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. യൂണിക്കോൺ 2022 മോഡല് 23,000 കിലോമീറ്റർ. 23,000 കിലോമീറ്റർ. 90 നമുക്ക് 90 ഒക്കെ ചെയ്യാം. ഇതൊരു 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് മതി. ഇറക്കാൻ പറ്റും. അടുത്തത് എക്സ്ബ്ലേഡ് ഹോണ്ടയുടെ 2000. ഇത് 2019 മോഡൽ. 19 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 41,000 കിലോമീറ്റർ. 60 രൂപ ഒക്കെ നമുക്ക് ചെയ്യാവുന്നത്. 60 രൂപ. ഇതിലും ഒരു 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്തത് എക്സ്ബ്ലേഡ് റൈഡർ അല്ലേ? അതെ, സോറി, റൈഡർ TVSന്റെ 23 മോഡൽ. 2023 സിംഗിൾ ഓണർഷിപ്പ്. 10,000 കിലോമീറ്റർ. 10,000 കിലോമീറ്റർ. റേറ്റ് പറ. 95 രൂപ. 95 രൂപക്ക് ഇറക്കാൻ പറ്റും. 95,000 രൂപ. അപ്പൊ എത്ര വരും ഇറക്കാൻ? 10 രൂപ മതി. 10 രൂപ 5 രൂപ 10 രൂപ ഡൗൺ പേയ്മെന്റ് മതിയോ? ഓക്കെ. അടുത്തത് NS. ഇത് 2022 മോഡല് 15,000 കിലോമീറ്റർ. 2022 15,000 കിലോമീറ്റർ. ക്ലീൻ പീസ് വണ്ടിയാണ്. സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്കൊരു ഡൗൺ പേയ്മെന്റ് ഒരു പറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഒരു 5,000 രൂപ 10 രൂപ ആ റേഞ്ചിൽ നമുക്ക് ഇറക്കാം. 5 ഡൗൺ പേയ്മെന്റ് NS ഇറക്കാം. അതെ, 1,20,000 റേറ്റ് വരുന്നത്. 1,20,000 റേറ്റ് വരുന്നത്. അത് 2 എക്സ്പ്രസ് ഇരിക്കുന്നുണ്ട്. ഇത് 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 38,000 കിലോമീറ്റർ. 38,500 കിലോമീറ്റർ. 1,15 മാത്രമേ വരുന്നുള്ളൂ വണ്ടിക്ക്. 1,15 മാത്രം വരുന്നുള്ളൂ. മാത്രം വരുന്നുള്ളൂ. റേറ്റ് കുറവാണ്. 1,40 35 40 കൊടുക്കണ എല്ലാ ഡീലറും. നമുക്ക് റേറ്റ് കുറച്ച് സ്പെഷ്യൽ ഓഫർ ആണ്. നമ്മുടെ വീഡിയോ സ്പെഷ്യൽ ഓഫർ ആണ്. എക്സ്പെൽസ് നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ്? ഒരു 23-25 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് 25 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എക്സ്പെൽസ് 4V ആണ്. അടുത്ത് വീണ്ടും എക്സ്പെൽസ്. ഇത് 2V 2019 മോഡല്. നമ്മുടെ റേറ്റ് നമുക്ക് റേറ്റ് വരുമ്പോൾ ഒരു 80 രൂപ കൊടുക്കാം. 80 രൂപ കൊടുക്കാൻ പറ്റും. 59,000 കിലോമീറ്റർ ഓടിയതാ. അത്യാവശ്യം റേറ്റ് കുറച്ചിട്ടുണ്ട്. കാരണം ഇതിൽ റിട്ടേൺ റേറ്റ് ഞാൻ പറയുന്നില്ല. 59,000 കിലോമീറ്റർ വേണ്ടി 80,000 രൂപ ഡൗൺ പേയ്മെന്റ്. 10 രൂപ മതിയാവില്ലേ? 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ് മതി. ഓക്കെ. അടുത്ത് 2 ഡൂക്ക് ഇരിക്കുന്നുണ്ട്. ഇത് രണ്ടും 1,65 2022 മോഡൽ. 200 അല്ലേ? 200 2022 മോഡൽ. ഇത് 19,500 കിലോമീറ്റർ. ഇത് 17,500 കിലോമീറ്റർ. റേറ്റ് പറ. സെയിം ആണോ? സെയിം റേറ്റ് തന്നെ. 1,65. 1,65,000 രൂപ ഈ 2 ഡൂക്ക് എടുക്കാം. ഏത് കിലോമീറ്ററോടെ വണ്ടി വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. വണ്ടി ടയറെല്ലാം ഓക്കെ അല്ലേ? ടയറെല്ലാം ഓക്കെയാണ്. എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഡൗൺ പേയ്മെന്റ് ഒരു 20-30 രൂപ റേഞ്ചിൽ നമുക്ക് ഇറക്കാം. 20,000 രൂപ 30,000 ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ പൾസർ 125 ഇരിക്കുന്നുണ്ട്. ഇത് ഏതാ മോഡല്? ഇത് 2024 മോഡല്. 2024 മോഡല്. പുതിയ വണ്ടി. 25 ആയി. 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 4,000 കിലോമീറ്റർ. എത്രയും കൊടുക്കും? ഇത് നമുക്കൊരു 82 രൂപ കൊടുക്കാം. നല്ല പേരൊക്കെ ഉണ്ട് ഇവിടെ. അജ്മോൻ എന്നാണ് പേര് വരുന്നത്.
എത്ര 2024 മോഡൽ 24 മോഡൽ 4000 കിലോമീറ്റർ എത്ര കൊടുക്കും? നമുക്ക് 82,000 രൂപ ചെയ്യാം. 82,000 രൂപ, ഏകദേശം 8,000 രൂപ 7,000 ഡൗൺ പേയ്മെന്റ്. ഈ വണ്ടിയാ ഇത് 23 മോഡൽ 125 അല്ലേ? അതെ. നമുക്കൊരു 5,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. വെറും 5,000 ഡൗൺ പേയ്മെന്റിൽ 75 രൂപ 75,000 രൂപ 2023 സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ഈ 125 സീറോ ആണോ? ഇത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ്. ഇത് 2021 22 രജിസ്ട്രേഷൻ വരുന്ന മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് 32,000 കിലോമീറ്റർ, റേറ്റ് വരുന്ന 63 രൂപ. 63,000 രൂപക്ക് സീറോ ഡൗൺ പേയ്മെന്റ് കിട്ടുന്ന അടുത്ത വണ്ടിയാണത്. അതെ. അടുത്ത 150 പൾസർ. ഇതും നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. സീറോ. അതെ. ഒരുപാട് സീറോ ആയിരുന്നു. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇത് 2023 മോഡൽ. നമുക്ക് റേറ്റ് വരുന്നത് 79 രൂപ. 79,000 കൊടുക്കാം. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 25,000 കിലോമീറ്റർ. ഇതും സീറോ ഡൗൺ പേയ്മെന്റ്, ഒറ്റ പൈസ കൊടുക്കണ്ട. 22 മോഡൽ. ഇത് നമുക്കൊരു 80 രൂപ ചെയ്യാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഒരു 10 രൂപ 15 ഡൗൺ പേയ്മെന്റ് ചെയ്യാം. 10-15 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ അടുത്ത വണ്ടിയാണ്. അടുത്ത സ്കൂട്ടേഴ്സ് അത്യാവശ്യം ഇരിക്കുന്നുണ്ടല്ലേ? അതെ. സ്കൂട്ടേഴ്സ് കുറവാണ്, എന്നാലും അത്യാവശ്യം മോഡലും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് സ്കൂട്ടറിലേക്ക് പോവാം. ഇങ്ങോട്ട് വരുമ്പോൾ 220F 2023 അല്ലേ? ഇത് 23 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 20,000 കിലോമീറ്റർ. 1,20 നമ്മുടെ റേറ്റ് വരുന്നത്. 1,20 റേറ്റ്. ഏകദേശം 15 രൂപ 10 രൂപ ആ ഡൗൺ പേയ്മെന്റ്. ഏകദേശം 15-10 ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത് വീണ്ടും P150 ഇരിക്കുന്നുണ്ടല്ലോ. 22 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 53,000 കിലോമീറ്റർ ആണ്. 23 മോഡൽ 5,000 കിലോമീറ്റർ ഓടിയതാണ്. ആസ്കിങ് 95,000 രൂപയ്ക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് ഏകദേശം 10 രൂപ മതിയാവും. 10 രൂപ താഴെ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്ത് വീണ്ടും N160 2022 മോഡൽ. 23,000 കിലോമീറ്റർ. 1,05,000 രൂപ. 1,05,000 രൂപയുടെ ആസ്കിങ് വരുന്നത്. ഏകദേശം ഡൗൺ പേയ്മെന്റ് ഒരു 15 ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്തത് ഏതാ? N160 തന്നെ അല്ലേ? സെയിം തന്നെ. 2023 ഓണർഷിപ്പ്, 17,000 കിലോമീറ്റർ, 1,10 റേറ്റ് വരുന്നത്. അതിന് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ? ചെയ്യാം, നോക്കിട്ട് ചെയ്തു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതും 10 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അടുത്ത NS 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, 82 രൂപ റേറ്റ് വരുന്നത്. നമുക്കൊരു സ്പെഷ്യൽ 6,000 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. 80,000 കൊടുക്കാൻ 80,000 ചെയ്യാം. 80,000 NS കൊടുക്കാം. ഏകദേശം 5 രൂപ 6 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ സ്കൂട്ടർ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇത് ഏതാ? പ്ലഷർ 2022 മോഡല്. ഏകദേശം 10 ഡൗൺ പേയ്മെന്റ് വന്നിട്ട് വണ്ടിക്ക്. ഓണർഷിപ്പ് ആണ്. 55,000 രൂപ റേറ്റ് വരുന്നത്. 55,000 18,100 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അടുത്ത Dio DX. അത് 22 മോഡൽ തന്നെ. 24,000 കിലോമീറ്റർ, 73 റേറ്റ് വരുന്നത്. 73,000 ഏകദേശം 15 രൂപ 13 ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. ഡൗൺ പേയ്മെന്റ് മാക്സിമം പ്രശ്നം കുറവാണല്ലോ പൊതുവെ നോക്കുമ്പോൾ. ഏകദേശം 0 മുതൽ 10,000 വരെ ഇഷ്ടം പോലെ വണ്ടികൾ ഇരിക്കുന്നുണ്ട്. ഓക്കെ. അടുത്ത എൻടോർക്ക് 5,000 രൂപ ഡൗൺ പേയ്മെന്റ് കേട്ടോ. വേറെ 5,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാം. 2023 മോഡൽ 17,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. റേറ്റ് 80 രൂപ. 80,000 റേറ്റ് വരുന്നത്. 5,000 ഡൗൺ പേയ്മെന്റ് 5,000 ഡൗൺ പേയ്മെന്റ്. അടുത്ത ഫാസിനോ 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 17,000 കിലോമീറ്റർ. നമുക്ക് 65,000 രൂപ ചെയ്യാം. വെറും 65,000 രൂപ 10 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാം. 10 ഡൗൺ പേയ്മെന്റ്. അടുത്ത് വീണ്ടും ഫാസിനോ 2022 മോഡലാണ്. 22 മോഡല് കമ്പനി സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ കമ്പനി. 22 മോഡൽ സിംഗിൾ ഓണർ 15,000 കിലോമീറ്റർ 70 രൂപ റേറ്റ് വരുന്നത്. ഇതിനൊരു 8,000 ഡൗൺ പേയ്മെന്റ് 8,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. അടുത്തത് പാഷൻ പ്രോ 2016 മോഡല് 30,000 കിലോമീറ്റർ ഓടിയാണ്. നമുക്ക് റേറ്റ് വരുന്നത് 35,000 രൂപ. 35,000 രൂപ 30,000 കിലോമീറ്റർ. കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. പറയാം. എത്ര ഇതിൽ ഫിനാൻസ് കിട്ടില്ലല്ലോ? ഫിനാൻസ് കിട്ടില്ല. നമുക്ക് ഫിനാൻസിന്റെ ഇയർ ചോദിക്കാൻ പറഞ്ഞത് 2000 ഫിനാൻസ് നമുക്ക് 17 തൊട്ട് 2017 മുതൽ ഫിനാൻസ് കിട്ടും. നമുക്ക് ഈ 3 വർഷം വരെ അല്ലേ മാക്സിമം ഉള്ളത്? 5 ഉണ്ടോ? വേറെ ഫിനാൻസ് സുപ്രാന്ന ഫിനാൻസ് 4 വർഷം വരെ കിട്ടും. അത് നമുക്ക് ലേറ്റസ്റ്റ് 23-24 പറ്റും. ബാക്കിയെല്ലാം മിനിമം 3 ഇയേഴ്സ് വരെ. ഒരു 18 മോഡൽ എന്നൊക്കെ പറയുമ്പോൾ 1 ഇയർ കിട്ടാൻ ചാൻസ് ഉള്ളൂ തോന്നുന്നു. 2018 ഒക്കെ ആകുമ്പോൾ 3 ഇയേഴ്സ് കിട്ടും. അപ്പൊ കിട്ടും. അടുത്തത് റോയൽ എൻഫീൽഡ് 2 കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ. ഇത് 2014 മോഡൽ. ചെറിയ സർവീസും ഒക്കെ ചെയ്യാണ്ടല്ലേ? സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ചെറിയ മിനിക്ക് വേണ്ടി ചെയ്യാനുണ്ട്. 14 മോഡല് 500 ആണ്. 500 cc 44,800 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. റേറ്റ് 65 രൂപ. ഫിനാൻസ് കിട്ടുന്നതാണോ? 2000 കിട്ടില്ല. ഫിനാൻസ് കിട്ടില്ല. ഈ വണ്ടിയാണെങ്കിൽ ഏതാ മോഡല്? ഇത് 2016 മോഡൽ. ഫിനാൻസ് കിട്ടും നമുക്ക്. 500 അല്ലല്ലോ? ഇത് 500. ഇതും 500 സെയിം തന്നെയാണ്. 16 മോഡൽ. 85,000 85,000 രൂപ.
നമുക്ക് ഇതും ഫിനാൻസ് കിട്ടില്ല. ഇത് ഫിനാൻസ് കിട്ടും 16 ബുള്ളറ്റിന് കിട്ടും. നമുക്ക് എത്ര ബുള്ളറ്റിന് അടക്കേണ്ടി വരും? ഒരു 20 രൂപ അടച്ചാൽ മതി. ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. അടുത്ത സ്റ്റാൻഡേർഡ് 2019 മോഡല്. 2019 മോഡല് 37,000 കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. എത്രയും കൊടുക്കാൻ പറ്റും? നമുക്ക് 95 രൂപ. ഒരു 5-10 രൂപ ഡൗൺ പേയ്മെന്റ് മതി. ഇറക്കാൻ പറ്റും. അടുത്ത ഹാർലി ഇരിക്കണ്ടല്ലോ ഒരെണ്ണം ഒറ്റക്ക്. ഹാർലി 2016 മോഡല്. 2016 മോഡല്. റേറ്റ് എത്ര? നമുക്കൊരു ഈ പ്രാവശ്യം ഓഫർ സെയിൽ അങ്ങ് കൊടുത്തത് 235 നമുക്ക് ചെയ്യാം. ഓഫർ സെയിൽ കൊടുക്കാം. ഇത് നമുക്ക് ഇത് മാറ്റോ? ഇൻഡിക്കേറ്റർ ഒക്കെ മാറി ക്ലിയർ സെറ്റ് ആക്കി കൊടുക്കാം അല്ലേ? ഞാൻ കണ്ടുകൊണ്ട് പറഞ്ഞാണ്. അതെല്ലാം മാറ്റി സെറ്റ് ആക്കിയിട്ട് 2,35,000 രൂപ. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണല്ലോ. ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഫിനാൻസ് കിട്ടും നമുക്കൊരു 50-60 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. അടുത്തത് ജൂപ്പിറ്റർ ഏതാ മോഡല്? 2022 മോഡല്. 2022 സിംഗിൾ ഓണർഷിപ്പ് 10,000 കിലോമീറ്റർ അല്ലേ? 10,000 കിലോമീറ്റർ. റേറ്റ് 73 രൂപ. 73,000 രൂപയാണ്. ഏകദേശം 10 രൂപ വണ്ടി ഇറക്കാം. അടുത്തത് ജൂപ്പിറ്റർ പുതിയ മോഡൽ 125 ആണത്. 125. ഇത് 2023 മോഡല് സിംഗിൾ ഓണർ തന്നെ 19,000 കിലോമീറ്റർ. 84,000 രൂപ ആസ്കിംഗ് റേറ്റ് വരുന്നത്. 10 രൂപ 12 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാം. 15 രൂപ താഴെ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. അടുത്ത് വീണ്ടും ജൂപ്പിറ്റർ. ഇത് 2021 മോഡല് 50,000 കിലോമീറ്റർ ഓടിയാണ്. നമുക്ക് 65 രൂപ ചെയ്യാം. 65 കൊടുക്കാം. 14,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ആൽഫയാണ്. ആൽഫ ഇത് 17 മോഡല്. 17 മോഡല് 37 രൂപ നമുക്ക് ചെയ്യാം. എത്ര? 37,000 രൂപ. 37,000 രൂപക്ക് വണ്ടി ഇരിക്കുന്നുണ്ട്. ഇതിനൊരു 5 രൂപ 10 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. അടുത്ത ആക്റ്റീവ് 2018 മോഡല്. അതൊരു 55,000 രൂപക്ക് നമുക്ക് കൊടുക്കാം. അതും 10 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും വണ്ടികളല്ലേ നമുക്ക് നോക്കാം. ഇനി എന്തെങ്കിലും വരാനുണ്ടോ? വണ്ടികൾ വരാനുണ്ട്. ഏതൊക്കെ വണ്ടി വരാനുണ്ട്? ഇനിയിപ്പോ ബുള്ളറ്റ്, ക്ലാസിക് അങ്ങനെ കുറെ വണ്ടികൾ വരാനുണ്ട് നമുക്ക്. ഓക്കെ. അപ്പൊ ഈ കാണുന്ന വണ്ടികൾ ഏതെങ്കിലും ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അറേഞ്ച് ചെയ്യാലോ. അതിനെന്താ? പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ഉള്ളല്ലേ? എക്സ്ചേഞ്ച് ഉണ്ട്. ഏത് വണ്ടി എക്സ്ചേഞ്ച് എടുക്കും? ഇത് വണ്ടി നമുക്ക് എക്സ്ചേഞ്ച് കണ്ടീഷൻ വേണം. അതെ അതെ. നമുക്ക് തിരിച്ചു വിൽക്കാനുള്ളതാണ്. അതെ. പഴയ വണ്ടികളായാലും നമുക്ക് മാക്സിമം നമ്മുടെ ആൾക്കാർ വരുമ്പോൾ മാക്സിമം മാർക്കറ്റ് റേറ്റിൽ അവർക്ക് എക്സ്ചേഞ്ച് കൊടുക്കുകയാണെങ്കിൽ ആവും. അപ്പൊ അത് സ്പെഷ്യൽ വീഡിയോ ആണെന്ന്. അത്യാവശ്യം 0 ഡൗൺ പേയ്മെന്റ് വണ്ടികളിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഏകദേശം 2,000, 3,000, 4,000, 5,000 ഡൗൺ പേയ്മെന്റ് ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. മാക്സിമം റേറ്റ് കുറച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് കൊടുക്കാൻ പറ്റില്ല, വണ്ടി കൊടുക്കാം. അപ്പൊ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ തമ്മനം റോയൽ റൈഡേഴ്സ് എന്നാണ് ഷോപ്പിന്റെ പേര് വരുന്നത്. അപ്പോൾ 2 നമ്പർ ഇട്ടേക്കാൻ വിളിക്കാനുള്ളത്. ഏതൊക്കെ സമയത്ത് വിളിക്കാം? നമുക്ക് 10 to 8:30 ആണ് നമുക്ക് ടൈം വരുന്നത്. ആ സമയത്ത് രാവിലെ 10 മണി തൊട്ട് 8:30 വരെ വിളിക്കാം. ഇപ്പൊ പുറത്തുള്ള ആൾക്കാർക്ക് നൈറ്റ് ആണ് സൗകര്യമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ കൊടുക്കാം. ഇൻ കേസ് അത്രക്ക് അർജന്റ് ആണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഫോൺ ഉണ്ടാവോ? സ്റ്റാഫിന്റെ അടുത്ത് ഇല്ല, ഫോൺ ഉണ്ടാവും. ഫോൺ ഉണ്ടാവുന്നതാണ്. അപ്പൊ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഫിനാൻസിന്റെ ഡീറ്റെയിലും കാര്യമെല്ലാം പറഞ്ഞായിരുന്നു. ഓൾ കേരള ഫിനാൻസ് കിട്ടും. ഓൾ കേരള ഫിനാൻസ് കൊടുക്കാം. ഓൾ കേരള ഫിനാൻസ് ഡെലിവറി നമുക്ക് ഉണ്ടാവും. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇൻ കേസ് ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ആ സമയത്ത്. അതെ, ഓക്കെ. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നല്ല, എന്നാലും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്ര ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. വേറെ ഒന്നും പറയാനല്ലോ? ഇല്ല, വേറെ എല്ലാം പറയാനില്ല. അപ്പം എല്ലാവരും ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യം കിട്ടുന്നതായിരിക്കും. അപ്പോൾ സുജിത്തെ, താങ്ക് യു. അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ട് വീഡിയോ വരുന്നതിന് ബൈ കൊടുത്താലോ? ബൈ.